ശബരിമല മണ്ഡല മകരവിളക്ക് മഹോത്സവ തീർത്ഥാടനത്തിന് തുടക്കമായി. ഇന്നലെ 4 മണിയോടുകൂടി നട തുറന്നു. പുതിയ വർഷത്തേക്കുള്ള മേൽശാന്തിമാർ ചുമതലയേറ്റു. മുൻ വർഷത്തെ മേൽശാന്തിമാർ ഇന്നലെ അവർക്ക് യാത്രയേൽപ്പ് നൽകി അവർ സന്നിധാനത്തിൽ നിന്ന് പോവുകയുണ്ടായി. ഇന്നലെ ബുക്ക് ചെയ്തിരുന്നത് 30,000-ഓളം വെർച്വൽ ക്യൂ ഉണ്ടായി. ആ 30,000-ലും വെർച്വൽ ക്യൂവിൽ വന്നത് 26,942. സ്പോട്ട് ബുക്കിംഗ് 2 തരത്തിലാണ്. അതിൽ തീർത്ഥാടകരുടെ 1,872, ഉന്നത ഉദ്യോഗസ്ഥ പ്രമുഖരും VVIPകളും എല്ലാം ഉൾപ്പെടെ 1,843. അങ്ങനെ ആകെ ഇന്നലെ 30,657 പേരാണ് ഇന്നലെ രാത്രി 12 മണി വരെ ദർശനം നടത്തി. ഇന്ന് രാവിലെ എത്തിയപ്പോഴേക്ക് അത് 50,000 കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ആദ്യ ദിവസം നമുക്ക് പൊതുവിലുണ്ടായ സംതൃപ്തി എത്തിച്ചേർന്ന മുഴുവൻ ഭക്തന്മാർക്കും ഇന്നലെ ദർശനം നടത്താൻ കഴിഞ്ഞു. കാലേ കൂട്ടി നമ്മൾ തുടങ്ങി വെച്ച മുന്നൊരുക്കങ്ങൾ വളരെ ഫലപ്രദമായി വിജയകരമായി നമുക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് മുൻവർഷങ്ങളിൽ വന്നിരുന്ന അയ്യപ്പന്മാർ തന്നെ ഇന്നലെ നിലയ്ക്കലും പമ്പയിലും സന്നിധാനത്തിലുമൊക്കെ എത്തിക്കഴിഞ്ഞപ്പോൾ പുതിയതായി നമ്മൾ ഒരുക്കിയെടുത്ത സംവിധാനങ്ങളും പശ്ചാത്തല സൗകര്യങ്ങളും വിപുലീകരിക്കപ്പെട്ടത് അവരിലെല്ലാം സംതൃപ്തി ഉളവാക്കുന്ന സാഹചര്യം സജ്ജാതമായി. പ്രത്യേകിച്ചും നിലയ്ക്കലിൽ 17,000 സ്ക്വയർ ഫീറ്റുള്ള 2,500 പേർക്ക് ഇരിക്കാൻ കഴിയുന്ന ഒരു ജർമ്മൻ ബണ്ടൽ നിലയ്ക്കലിൽ നമ്മൾ രൂപം കൊടുത്തു. അത് ഇന്നലെ വിരിവയ്ക്കാനുള്ള സൗകര്യമായി. പമ്പയിലെത്തിയപ്പോൾ പമ്പയിൽ 20,000 സ്ക്വയർ ഫീറ്റുള്ള ഏതാണ്ട് 3,000 പേർക്ക് വിരിവയ്ക്കാൻ കഴിയുന്ന ഒരു ജർമ്മൻ പന്തൽ ഒരുക്കി. അത് മുമ്പില്ലാത്ത സാഹചര്യമാണ്. അത് ഭക്തന്മാർക്ക് വളരെ സന്തോഷമായി. കാരണം പമ്പയുടെ സ്നാനം കഴിഞ്ഞ് കയറി വരുന്നവർക്ക് ഒന്നിരിക്കാൻ വിരിവയ്ക്കാൻ എല്ലാമുള്ള സൗകര്യം ഒരുക്കിയത് സന്തോഷത്തോടു കൂടിയാണ് അവർ കണ്ടത്. നിലയ്ക്കലിൽ നിന്ന് പമ്പയിലെത്തുമ്പോൾ ഈ സൗകര്യം ഉണ്ടെങ്കിൽ സന്നിധാനത്തിലേക്ക് എത്തുമ്പോൾ മുമ്പില്ലാതിരുന്ന ചില പ്രദേശങ്ങൾ നമ്മൾ പുനരുദ്ധരിച്ച് അവിടെയും കൂടുതൽ ആളുകൾക്ക് വിരിവെക്കാൻ കഴിയുന്ന സൗകര്യങ്ങൾ ഒരുക്കിയെടുത്തു. സന്നിധാനത്തിൽ എത്തിച്ചേരുന്ന ആളുകൾക്ക് ക്യൂ നിൽക്കുന്ന സമയത്ത് കാലതാമസം വരുമ്പോൾ അവർക്കെല്ലാം കിയോസ്കുകൾ സ്ഥാപിച്ച് ചുക്കുകാപ്പിയും അതുപോലെ തന്നെ ബിസ്ക്കറ്റും അടക്കമുള്ള ലഘുഭക്ഷണങ്ങൾ കൊടുത്ത് അവർക്ക് സംതൃപ്തി അടയുന്ന സാഹചര്യം കണ്ടു. അപ്പോൾ നിലയ്ക്കൽ പമ്പയിൽ സന്നിധാനത്തിൽ എല്ലാം വിരിവയ്ക്കാനും വരുന്ന ഭക്തർക്ക് ദർശനം നടത്താൻ സൗകര്യപ്രദമായ സാഹചര്യങ്ങൾ ഒരുക്കിയ പുതിയ പശ്ചാത്തലം എല്ലാവരിലും സംതൃപ്തി ഉളവാക്കുന്ന സാഹചര്യമായി. മറ്റൊന്ന്, നമ്മുടെ എല്ലാ പാതകളും ഗതാഗത യോഗ്യമാക്കിയിരുന്നു. അതേപോലെ തന്നെ നമുക്ക് ട്രാഫിക് KSRTC ബസ്സുകൾ പമ്പയിൽ വരെ ലോങ് സർവീസ് ഉൾപ്പെടുത്തുന്ന സാഹചര്യമുണ്ടായി. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി നമുക്ക് ചെറുവാഹനങ്ങൾ പമ്പയിൽ വരാനുള്ള അനുമതി തന്നതോടുകൂടി അതും വലിയ സൗകര്യങ്ങൾ ഒരുക്കി. ഇന്നലെ വന്ന വാഹനങ്ങളുടെ കണക്ക് ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ 279, അതിൽ MMBI ബന്ധപ്പെട്ട 1,727, അതിൽ ഹെവി 1,058, ഇങ്ങനെ 3,064 വാഹനങ്ങളാണ് ഇന്നലെ എത്തിച്ചേർന്നത്. KSRTC സർവീസ് ചെയിൻ സർവീസ് 368, ലോങ് സർവീസ് 45 ഇന്നലെ എത്തിച്ചേർന്നത്. അപ്പോൾ ഇതെല്ലാം കൃത്യതയോടുകൂടി വന്നു പോകാനും എല്ലാവർക്കും സംതൃപ്തി ഉറപ്പാക്കുന്ന സാഹചര്യവും ഒരുക്കിയിരുന്നു എന്നുള്ളതാണ് ഈ കണക്കുകളെല്ലാം സൂചിപ്പിക്കുന്നത്. ചെറുവാഹനങ്ങളെല്ലാം പമ്പയിൽ പാർക്ക് ചെയ്യാൻ അദ്ദേഹം പറഞ്ഞു. ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്ന നമുക്കൊരനുമതിയാണ് ചെറുവാഹനങ്ങൾ പമ്പയിൽ പാർക്ക് ചെയ്യുന്നതോടുകൂടി അതൊരു സൗകര്യമായി, വന്നവർക്കും സംതൃപ്തിയായി. പിന്നെ എല്ലാവർക്കും ലഘുഭക്ഷണവും അതുപോലെ തന്നെ ദാഹജലവും കൊടുക്കുന്ന സാഹചര്യം ഒരുക്കിയിരുന്നു. അപ്പം നമ്മുടെ തമിഴ്നാട്ടിൽ നിന്ന് കുമളി വഴി വണ്ടിപ്പെരിയാർ വഴി വരുന്ന കാനനപാതയിൽ കൂടി കടന്നു വരുന്നവർക്കെല്ലാം പ്രത്യേക വിശ്രമ കേന്ദ്രങ്ങൾ ഒരുക്കിയിരുന്നു. അവർക്ക് കുടിവെള്ളം, ചെറുഭക്ഷണം, ലഘുഭക്ഷണം, വൈദ്യസഹായം ഇതെല്ലാം ഏർപ്പെടുത്തിയിരുന്നു. അത് ഫോറസ്റ്റുകാരുടെ സഹായത്തോടു കൂടിയാണ് നമ്മളിതെല്ലാം ക്രമീകരിച്ചിരുന്നത്. അവർക്ക് വെളിച്ചവും വെള്ളവും ഭക്ഷണവും ഒക്കെ കൊടുക്കുന്ന സാഹചര്യങ്ങൾ ഉറപ്പാക്കാൻ കഴിയും. അപ്പോൾ അതിലെ കടന്നു വന്ന തീർത്ഥാടകർക്കും ഏറെ സംതൃപ്തിയായി ഇന്നലത്തെ അവരുടെ വരവും അവരുടെ സൗകര്യങ്ങളുമെല്ലാം എടുത്തു പറയുകയുണ്ടായി. പിന്നീട് നമുക്ക് പമ്പയിലും സന്നിധാനത്തിലും എല്ലാം പ്രത്യേകമായി മെഡിക്കൽ സർവീസ്
ഇപ്പം നിലവിലുണ്ടായിരുന്ന നമ്മുടെ ഹെൽത്ത് സർവീസിൻ്റെ ആതുരാലയങ്ങൾ അത് സന്നിധാനത്തിലുണ്ട്, പമ്പയിലുണ്ട്, നിലയ്ക്കലുണ്ട്. ഈ സൗകര്യങ്ങൾക്ക് പുറമേ 100 ഡോക്ടർമാരുടെ സേവനം തമിഴ്നാട്ടിൽ നിന്ന് നമുക്ക് ഉറപ്പാക്കിയത് അവരുടെ ഒരു ടീം വന്ന് പമ്പയിൽ ഒരു ആശുപത്രി നമ്മുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റുമായി യോജിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുകയാണ്. അവർ ഇപ്പോൾ സന്നിധാനത്തിലും ഇവിടുത്തെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റുമായി യോജിച്ച് അവരുടെ സേവനം ഉറപ്പാക്കുന്ന ഒരു ദൗത്യം ഏറ്റെടുത്തിട്ടുണ്ട്. അത് മുൻ വർഷങ്ങളിൽ ഇല്ലാതിരുന്ന സാഹചര്യമാണ്. പിന്നീട് നമുക്ക് ട്രെയിനിങ് സിദ്ധിച്ച വളണ്ടിയേഴ്സിനെ അവർ വിന്യസിച്ച് അടിയന്തര പ്രാധാന്യമുള്ള വൈദ്യസഹായം കൊടുക്കുന്ന രംഗത്ത് ഇപ്പോൾ CPR പോലുള്ള കാര്യങ്ങൾ നടപ്പാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ അവരാരംഭിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഇന്നലെ ഇവിടെ എത്തിച്ചേർന്ന ഒരു കീഴ്ശാന്തിക്ക് പൂജയ്ക്ക് വേണ്ടി വന്ന ഒരാളാണ്. അദ്ദേഹത്തിന് ചെസ്റ്റ് പെയിൻ പമ്പയിൽ വെച്ചുണ്ടായി. സന്നിധാനത്തിൽ വന്നു. അദ്ദേഹത്തെ വീണ്ടും പെട്ടെന്ന് തന്നെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റും നമ്മുടെ മറ്റ് സേനാംഗങ്ങളും ചേർന്ന് റെഫർ ചെയ്ത് മറ്റ് ആധുനിക സംവിധാനങ്ങൾ ആശുപത്രിയിലേക്ക് മാറ്റിയുണ്ടായി. അതിനുള്ള സംവിധാനവും വളരെ ക്രമീകരിച്ച് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഏതൊരു ഭക്തനും വിഷമം ഉണ്ടായാൽ അവർക്ക് പ്രൈമറി കിട്ടേണ്ട ട്രീറ്റ്മെൻറ്റ് കിട്ടും. വിദഗ്ധ ചികിത്സ വേണ്ടതിന് തൊട്ടടുത്ത് ജനറൽ ആശുപത്രിയുള്ള പത്തനംതിട്ട, കോന്നി, കാഞ്ഞിരപ്പള്ളി, കോട്ടയം മെഡിക്കൽ കോളേജ് ഇങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും പ്രയോജനപ്പെടുത്താനുള്ള ക്രമീകരണം പൂർണ്ണമായും അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ നടക്കും. വാട്ടർ അതോറിറ്റിയായി ബന്ധപ്പെട്ട് ദാഹജലം എല്ലാ സ്ഥലത്തും എത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ കൃത്യമായി നടന്നു. 2-3 സ്ഥലത്തുകൂടി കണക്ഷൻ കൊടുക്കാനുണ്ടായിരുന്നു. ഇന്നിപ്പോൾ രാവിലെ കൊടുക്കും. വൈദ്യുതി ബോർഡുമായി ബന്ധപ്പെട്ട് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് അവർ ഇന്നലെ 2 സ്ഥലത്തുകൂടി രാത്രി ഓഫ് ചെയ്യേണ്ട സ്ഥിതി വന്നു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് പ്രശ്നങ്ങളുണ്ട്. പുതിയ കണക്ഷൻ കൊടുക്കുമ്പോൾ ഓഫ് ചെയ്തുകൊണ്ട് കൊടുക്കുക ആ നിമിഷ നേരങ്ങൾക്ക് വരുന്ന മാറ്റമാണ്. അതും ഇന്ന് പരിഹരിക്കപ്പെട്ടു എന്നുള്ള കാര്യം എടുത്ത് സൂചിപ്പിക്കുകയാണ്. ലീഗൽ മെട്രോളജിയും ഫുഡ് സേഫ്റ്റിയും സപ്ലൈകോയും